ഇന്ന് 7789 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 23 പേരാണ് മരണമടഞ്ഞത്. 94,517 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 6,486 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 1049 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 128 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 50,154 സാമ്പിളുകൾ പരിശോധന നടത്തി. 7,082 പേരാണ് രോഗമുക്തരായത്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗബാധ. കോഴിക്കോട്ട് 1,246, എറണാകുളത്ത് 1,209. കോവിഡിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് മഹാകവി അക്കിത്തത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തട്ടെ. അദ്ദേഹത്തിൻ്റെ നിര്യാണം മലയാള സാഹിത്യത്തിനും സാംസ്കാരിക ലോകത്തിനും വലിയ നഷ്ടമാണ്. സാഹിത്യലോകത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. നിരുപാധിക സ്നേഹം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശക്തിയാവണമെന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം കവിതയിലേക്ക് പകർത്തുകയും ചെയ്ത കവിയായിരുന്നു അദ്ദേഹം. മലയാള കവിതയിലേക്ക് ആധുനികതയെ ആദ്യമായി കൊണ്ടുവന്നത് അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസവും ഇടിഞ്ഞു പൊളിഞ്ഞ ലോകവും പോലുള്ള കവിതകളാണ്. മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി നീട്ടുമ്പോൾ തൻ്റെ മനസ്സിൽ പൂനിലാവ് വിരിയുകയാണെന്നും മറ്റുള്ളവർക്കായി ഒരു കണ്ണീർക്കണം പൊഴിക്കുമ്പോൾ തൻ്റെ ആത്മാവിൽ 1000 സൂര്യൻ ഉദിക്കുകയാണെന്നും പാടിയ മഹാകവിയുടെ ഓർമ്മകൾ എക്കാലവും നിലനിൽക്കും. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 3,10,140 കേസുകളാണ്. 93,837 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. 2,15,149 പേർ രോഗമുക്തി നേടുകയും 1,067 പേർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. കോവിഡ് വ്യാപനം കൂടുതൽ രൂക്ഷമാകുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10,08,911 കേസുകൾ എന്ന നിരക്കിലാണ് സംസ്ഥാനത്ത് കാണപ്പെടുന്നത്. ദേശീയ ശരാശരി 6,974 അതിൻ്റെ ഭാഗമായി നമ്മൾ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ടെസ്റ്റ് പെർ മില്യൺ 1,07,820. ഇന്ത്യയിലത് 86,792 മാത്രമാണ്. രോഗവ്യാപനം ശക്തമായെങ്കിലും മരണനിരക്ക്
ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ വളരെ കുറവാണ്. കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഇന്ത്യയിൽ മൊത്തത്തിൽ 1.6% കേരളത്തിൽ 0.34% മാത്രമാണ്. രാജ്യത്ത് 10 ലക്ഷത്തിൽ 106 പേർ മരണപ്പെട്ടപ്പോൾ കേരളത്തിലത് 3.1 മാത്രമാണ്. രാജ്യത്ത് 10 ലക്ഷത്തിൽ 106 പേർ മരണപ്പെട്ടപ്പോൾ കേരളത്തിലത് 31 പേർ മാത്രമാണ്. മുൻപ് വിശദീകരിച്ചതുപോലെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ മികവിൻ്റെ ഫലം തന്നെയാണ് ഇവിടെ മരണസംഖ്യ കുറച്ച് നിർത്താൻ സാധിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരാഴ്ചയായി രോഗബാധിതരുടെ എണ്ണം കുറയുന്നുണ്ട്. ഉറവിടം വ്യക്തമല്ലാതെ രോഗം ബാധിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കലാണ് പ്രധാനം. ജില്ലയിലെ ആശുപത്രികളിൽ കിടക്കകളുടെ അഭാവമില്ല. 14,250 ജില്ലയിലെ കേസ് പെർ മില്യൺ കണക്ക്. എ കാറ്റഗറിയിൽ 1026 കിടക്കകൾ, ബി കാറ്റഗറിയിൽ 223 കിടക്കകൾ, സി കാറ്റഗറിയിൽ 117 കിടക്കകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊല്ലം ജില്ലാ ഭരണ സംവിധാനം പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് മുക്തമാവുന്ന ജില്ലയിലെ ആദ്യത്തെ 3 തദ്ദേശ സ്ഥാപനം, ജില്ലയിലെ ആദ്യ 3 തദ്ദേശ വാർഡുകൾ, ഡിവിഷൻ, കൗൺസിൽ, ഓരോ നിയമസഭാ മണ്ഡലത്തിലും ആദ്യം കോവിഡ് മുക്തമാവുന്ന തദ്ദേശ സ്ഥാപനം, അതോടൊപ്പം മണ്ഡലത്തിലെ ആദ്യ തദ്ദേശ വാർഡ്, കൗൺസിൽ, ഡിവിഷൻ എന്നിങ്ങനെ വേർതിരിച്ചാണ് സമ്മാനം നൽകുക. തുടർച്ചയായി ഹോട്ട്സ്പോട്ട് ഓപ്പറേഷൻസ് തുടങ്ങാൻ തീരുമാനമായി. ഞായറാഴ്ച മുതലാണ് പ്രവർത്തനം തുടങ്ങുക. ഈ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ബോട്ടുകളിൽ പ്രവേശനമുണ്ടാകും. അവർക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ. ഹൗസ് ബോട്ടിലെ ഒരു മുറിയിൽ 2 പേരെ മാത്രമേ പ്രവേശിക്കാവൂ. വലിയ ഹൗസ് ബോട്ടുകളിലടക്കം 10 പേരിൽ കൂടുതൽ കയറാൻ പാടില്ല. ഹൗസ് ബോട്ടുകളും വിനോദസഞ്ചാരികളുടെ ലഗേജും അണുവിമുക്തമാക്കണം. ഓരോ അതിഥിയും പോയി കഴിഞ്ഞാൽ ഹൗസ് ബോട്ടുകൾ അണുവിമുക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൗസ് ബോട്ടിലെ ജീവനക്കാരുമായി വിനോദസഞ്ചാരികൾ അധികം ഇടപഴകാൻ പാടില്ല. കോട്ടയം ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഗണ്യമായ വർധനയില്ല. എങ്കിലും നഗര മേഖലകളിൽ രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രോഗം ബാധിക്കുന്നവരിൽ കുട്ടികളും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഏറുന്നുണ്ട്. ഇത് ഉത്കണ്ഠാജനകമാണ്. എറണാകുളം ജില്ലയിൽ 7 FLTCകളിൽ
7 FLTCകൾ SLTCകളാക്കി മാറ്റും. കറുകുറ്റിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന FLTC സ്പെഷ്യൽ കെയർ സെൻ്ററായി മാറ്റുകയും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. 4 താലൂക്ക് ആശുപത്രികൾ കോവിഡ് സംശയിക്കുന്നവരെയും ക്വാറന്റീനിൽ കഴിയുന്നവരെയും പരിചരിക്കുന്നതിനായി പ്രത്യേകമായി തയ്യാറാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 11 ഡൊമിസിലറി കെയർ സെൻ്ററുകൾ സജ്ജമായതിൽ 6 സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാൽ വയനാട് ജില്ലയിൽ ഡൊമിസിലറി കെയർ സെൻ്ററുകൾ കൂടി തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. വീടുകളിൽ ഐസൊലേഷനിൽ കഴിയാൻ വേണ്ടത്ര സൗകര്യമില്ലാത്ത രോഗികളെയാണ് ഡൊമിസിലറി കെയർ സെൻ്ററുകളിൽ പാർപ്പിക്കുക. ആദ്യഘട്ടത്തിൽ FLTCകളോട് ചേർന്നാണ് സെൻ്ററുകൾ സ്ഥാപിക്കുക. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ പരിധിയിലെ തീരദേശ മേഖലയിലാണ് രോഗികൾ കൂടുതലുള്ളത്. തീരദേശ മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾക്കായി പ്രത്യേക ടീമിനെ നിയോഗിച്ചു. തീരദേശ പോലീസ് സ്റ്റേഷനുകളെ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു. കണ്ണൂരിൽ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്രവ പരിശോധനയ്ക്ക് തിരക്കൊഴിവാക്കുന്നതിന് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തും. ഇതിനായി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ 2 പുതിയ കിയോസ്കുകൾ സജ്ജീകരിക്കും. കാസർഗോഡ് ജില്ലയിൽ തെയ്യം ആചാരാനുഷ്ഠാനങ്ങൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് പരമാവധി 20 പേരെ പങ്കെടുപ്പിച്ച് ഒരു സ്ഥലത്ത് ഒരു ദിവസം മാത്രം നടത്താൻ അനുമതി നൽകും. നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആശുപത്രികളിൽ സൗകര്യങ്ങളും വെന്റിലേറ്റർ സൗകര്യങ്ങളും ICU സൗകര്യങ്ങളും ഉറപ്പിക്കുന്ന പ്രവർത്തനത്തിലാണ്. ഈ ഘട്ടത്തിൽ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും എത്രത്തോളം ബെഡുകളും ICU സൗകര്യങ്ങളും ഉണ്ടെന്നുള്ള കണക്ക് എടുക്കുന്നുണ്ട്. സർക്കാർ സംവിധാനത്തിൽ 960 വെന്റിലേറ്ററുകളാണ് പുതുതായി ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഓരോ ജില്ലയിലും സ്വകാര്യ ആശുപത്രികളിൽ 10% കുറയാത്ത ബെഡുകൾ കോവിഡ് രോഗികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ സ്വകാര്യ ആശുപത്രികളും ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം. ഓരോ ദിവസവും ആശുപത്രിയിൽ എത്ര ബെഡ് സൗകര്യങ്ങളുണ്ടെന്നും ICU വെന്റിലേറ്ററുകളുണ്ടെന്നും കണക്കുകൾ എടുക്കേണ്ടതുണ്ട്. ഇത് സർക്കാർ സംവിധാനത്തിൽ പ്രദർശിപ്പിക്കും. അതനുസരിച്ച് കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കും. സർക്കാർ സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാകണം. ഓരോ ദിവസത്തെയും കണക്കുകൾ കൃത്യമായി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവരും ഈ പ്രവർത്തനത്തിൽ സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഗ്ലോബൽ
ഹാൻഡ് വാഷിംഗ് ഡേ, കൈകൾ ശുചീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നതിനാണ് ഇന്ന് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആയി ആചരിച്ചത്. ലോകത്തെങ്ങും 70 രാജ്യങ്ങളിലെ 12 കോടിയിൽ കൂടുതൽ കുട്ടികൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കെതിരെയും വയറിളക്ക സംബന്ധമായ രോഗങ്ങൾക്കെതിരെയും ഒരുമിച്ച് കൈ കഴുകുന്ന പരിപാടി സംഘടിപ്പിച്ചു. ഹാൻഡ് ഹൈജീൻ ഫോർ ഓൾ എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. ഇതിനുള്ള സൗകര്യങ്ങളും ഒരുക്കണം. എല്ലാവരും ഇങ്ങനെ കൈ കഴുകുമ്പോൾ രോഗവ്യാപനത്തിൻ്റെ കണ്ണികളെ പൊട്ടിക്കാൻ നമുക്ക് കഴിയും. കൈ കഴുകാനുള്ള സംവിധാനം ഒരുക്കിയാൽ മാത്രം പോരാ, അത് പരിപാലിക്കാനുള്ള ശ്രദ്ധയും ഉണ്ടാവണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ നാം ഇപ്പോൾ പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയത് സെക്ടർ മജിസ്ട്രേറ്റുമാരെ നിയോഗിച്ചുകൊണ്ടാണ്. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഗസ്റ്റഡ് ഓഫീസർമാർ ഈ ചുമതലയിൽ വന്നിട്ടുണ്ട്. അവർ കലക്ടർമാർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാകുന്നുണ്ട്. പോലീസ് അടക്കമുള്ള വിവിധ സംവിധാനങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണത്തോടെയാണ് പ്രാദേശികമായി ഈ സെക്ടറൽ മജിസ്ട്രേറ്റുമാർ പ്രവർത്തിക്കുക. അതിന് നല്ല ഫലമുണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത്തരം ഗസ്റ്റഡ് ഓഫീസർമാർ സെക്ടർ മജിസ്ട്രേറ്റുമാർ ആകുന്നതിന് ഇനിയും കൂടുതലായി സന്നദ്ധത കാണിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കുകയാണ്. ദർശനം സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു പോലീസ് സൂപ്രണ്ട് നേതൃത്വത്തിൽ ആവശ്യത്തിന് പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. വെർച്വൽ ക്യൂ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത 250 ഭക്തർക്കാണ് ഒരു ദിവസം ദർശനം അനുഭവിക്കുന്നത്. ദർശനത്തിനെത്തുന്നതിന് തൊട്ടു മുൻപുള്ള 48 മണിക്കൂറിന് മുൻപ് 48 മണിക്കൂറിനകം ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഭക്തർ ഹാജരാക്കേണ്ടതാണ്. മല കയറാൻ പ്രാപ്തരാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഭക്തർ കരുതണം. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഭക്തർക്കുണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതല്ല. ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് കോവിഡ് രോഗം വന്നു പോയവരുണ്ടാകാം, അവർക്കിപ്പോൾ കോവിഡ് ഇല്ല. പക്ഷേ അത്തരം ആളുകളിൽ പലപ്പോഴും ചില ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീടുണ്ടാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് മല കയറുന്ന ഘട്ടത്തിലുണ്ടായി എന്ന് വരും. അപ്പോൾ മല കയറാൻ മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് വ്യക്തമാകുന്നത് നല്ലതാണ്, അവരുടെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന്. രോഗമൊന്നുമില്ലാത്തവരായാലും കോവിഡ് കാലത്ത് പലരും വീട്ടിൽ തന്നെ കഴിഞ്ഞവരാണ്. അതിൻ്റെ ഭാഗമായി പെട്ടെന്ന് മല കയറുന്നതിന് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പരിശോധന നടത്തി മല കയറുന്നതിനുള്ള ആരോഗ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തി കയറണമെന്ന് പറയുന്നത്. അത് മല കയറുന്നവരുടെ കൂടി സംരക്ഷണത്തിനു വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനയാണ്. 10 വയസ്സിനും
60 വയസ്സിനുമിടക്ക് പ്രായമുള്ളവർക്കാണ് ദർശനത്തിന് അനുവാദമുള്ളത്. വെർച്വൽ ക്യൂവിലൂടെ ബുക്കിംഗ് നടത്തിയപ്പോൾ ദർശനത്തിന് തീയതിയും സമയവും അനുവദിച്ചിട്ടുണ്ട്. ആ സമയം പാലിക്കൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഭക്തർ ദർശനത്തിനായി എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദർശനത്തിനെത്തുന്ന ഭക്തർ എല്ലാവിധ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കണം. സാനിറ്റൈസർ, മാസ്ക്, കയ്യുറകൾ ഇവയെല്ലാം കരുതണം. അവ യഥാവിധി ഉപയോഗിക്കുകയും വേണം. ഭക്തർ കൂട്ടം ചേർന്ന് സഞ്ചരിക്കാൻ പാടില്ല. നിശ്ചിത അകലം പാലിച്ചു മാത്രമേ ദർശനത്തിനെത്താവൂ. വടശ്ശേരിക്കര, എരുമേലി എന്നീ വഴികളിലൂടെ മാത്രമാണ് ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. മറ്റെല്ലാ വഴികളും അടച്ചിരിക്കുകയാണ്. മല കയറുമ്പോൾ മാസ്ക് ധരിക്കൽ പ്രയാസമാണ് എന്നത് നേരത്തെ തന്നെ നാം കണ്ടിട്ടുണ്ട്. മറ്റെല്ലാ സമയത്തും മാസ്ക് ധരിക്കുകയും വേണം. അതുപോലെ തന്നെ മല കയറുമ്പോഴും ദർശന സമയത്തും പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ശബരിമലയിൽ തുലാമാസ പൂജയുമായി ബന്ധപ്പെട്ട് നിലക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ ആശുപത്രികൾ സജ്ജമാക്കി. ഈ ആശുപത്രികളിലേക്കുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ നിയമനം ഇന്ന് പൂർത്തീകരിക്കും. 48 മണിക്കൂറിനുള്ളിലുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുള്ള തീർത്ഥാടകരെ മാത്രമേ ദർശനത്തിന് അനുവദിക്കുകയുള്ളൂ. കോവിഡ് പശ്ചാത്തലത്തിൽ പമ്പ, ത്രിവേണിയിൽ നദിയിൽ സ്നാനം അനുവദിക്കില്ല. കുളിക്കാനായി പ്രത്യേകം ഷവറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് വലിയൊരു നേട്ടം സാക്ഷാത്കരിക്കാനായി. തിരുവനന്തപുരം തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്കിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യഘട്ട പ്രവർത്തനോദ്ഘാടനം 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി നിർവഹിച്ചു. ആരോഗ്യ ഗവേഷണ രംഗത്ത് മുതൽക്കൂട്ടായി ലോക നിലവാരത്തിലേക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉയരും. നിപ്പ എന്ന മാരക വൈറസിൻ്റെ വ്യാപനം പിടിച്ചു നിർത്താനായും കോവിഡിനെ വലിയ അളവിൽ പ്രതിരോധിക്കാനും നമുക്ക് കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമുള്ളതുകൊണ്ടാണ്. ആർദ്രം മിഷനിലൂടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ആകെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രം നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ജീവിതശൈലീ രോഗങ്ങൾ ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളെയും പുതുതായി കാണപ്പെടുന്ന പാർശ്വവ്യാധികളെയും ഫലപ്രദമായി തടയാനാകില്ല. പ്രകാരമായിരുന്നു തുടർ പ്രവർത്തനങ്ങൾ. 2019 ഫെബ്രുവരിയിൽ ആദ്യഘട്ട കെട്ടിടോദ്ഘാടനം നടന്നു. രോഗനിർണയ സൗകര്യവും അതിനുതകുന്ന ഗവേഷണ സൗകര്യവും ഉൾപ്പെടുന്ന
2 വിഭാഗങ്ങളാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ മേഖലയിൽ രാജ്യത്തുള്ള പ്രമുഖ സ്ഥാപനങ്ങളായ ICMR, RGCB, NIST, IASCR എന്നിവയുടെ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രശസ്ത വൈറോളജി വിദഗ്ധനായ ഡോക്ടർ അഖിൽ ബാനർജി സ്ഥാപനത്തിൻ്റെ മേധാവിയായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വികസനം പുരോഗമിക്കുന്നതോടെ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള ഗവേഷണവും പ്രവർത്തനങ്ങളും ഏറ്റെടുക്കും. നിലവിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണ പ്രവർത്തന സജ്ജമാകുന്നതോടെ സ്വയംഭരണ സ്ഥാപനമായി ഉയർത്തും. വിവിധ വൈറോളജി ഗവേഷണ വിഷയങ്ങൾ ആസ്പദമാക്കി 8 സയൻറ്റിഫിക് ഡിവിഷനുകളാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. രോഗനിർണയ സംവിധാനത്തോട് അനുബന്ധിച്ചുള്ള ക്ലിനിക്കൽ വൈറോളജിയും വൈറൽ ഡയഗ്നോസ്റ്റിക്സുമാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുന്ന 2 വിഭാഗങ്ങൾ. 25,000 ചതുരശ്രടി വിസ്തീർണമുള്ള പ്രീഫാബ് കെട്ടിടത്തിലാണ് പുതിയ വിഭാഗങ്ങൾ പ്രവർത്തിക്കുക. ആകെ 80,000 ചതുരശ്രടി വിസ്തീർണമുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള മന്ദിരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനായി സജ്ജമാക്കുന്നത്. സംസ്ഥാനത്ത് ഹരിത കേരള മിഷൻ്റെ 1000 പച്ചത്തുരുത്തുകൾ യാഥാർത്ഥ്യമായതിൻ്റെ പ്രഖ്യാപനം നിർവഹിച്ചതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം. 1000 പച്ചത്തുരുത്തുകളാണ് ലക്ഷ്യമിട്ടതെങ്കിലും 1261 എണ്ണം ഒരുക്കാനായി. നിലവിൽ 454 ഏക്കർ സ്ഥലത്താണ് പച്ചത്തുരുത്തുള്ളത്. എല്ലാ വർഷവും ഈ മാതൃകയിൽ കൂടുതൽ പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പച്ചത്തുരുത്തുകളിലൂടെ നമ്മുടെ കേരളത്തെ കാർബൺ ന്യൂട്രൽ പ്രദേശമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നാം നീങ്ങേണ്ടത്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വൃക്ഷത്തൈ തിരഞ്ഞെടുത്താണ് പച്ചത്തുരുത്തുകൾ സൃഷ്ടിച്ചത്. ആദ്യത്തെ പച്ചത്തുരുത്തായ തിരുവനന്തപുരത്തെ പോത്തൻകോട് വേങ്ങോടിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സഹായത്തോടെ അപൂർവ ഔഷധ സസ്യങ്ങളടങ്ങിയ പച്ചത്തുരുത്താണ് സൃഷ്ടിച്ചത്. ചിലയിടങ്ങളിൽ മുളകൾ മാത്രമുള്ളതും കായൽ കടലോരങ്ങളിൽ കണ്ടൽ ചെടിയും അനുബന്ധ വൃക്ഷങ്ങളും അടങ്ങിയ പച്ചത്തുരുത്തുമാണ് സൃഷ്ടിച്ചത്. കാവുകളെ വിപുലീകരിച്ച് പച്ചത്തുരുത്തുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു വർഷത്തിൽ ആവാസ വ്യവസ്ഥയിൽ കണ്ടാലറിയാവുന്ന മാറ്റം സൃഷ്ടിക്കാൻ നമുക്കായി. കുമരകത്തെ കണ്ടൽ ചെടികളുടെ പച്ചത്തുരുത്ത് മത്സ്യസമ്പത്തിന് ഗുണപരമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. വൃക്ഷത്തൈകൾ നട്ടതിന് ശേഷം 3 വർഷം അതിൻ്റെ പരിപാലനവും പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുക്കുന്നുണ്ട്. ഗതാഗതം കേരളത്തിൽ കുറഞ്ഞത്, റോഡിലെ കുരുക്കും മലിനീകരണവും വർദ്ധിച്ച സാഹചര്യത്തിൽ ജലഗതാഗതത്തിന് പുതിയ സാധ്യത തുറന്നിരിക്കുകയാണ്. കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത വികസനം പൂർത്തിയാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുകയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്ക് ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും മലിനീകരണമുക്ത ഗതാഗതത്തിനും കൂടുതൽ സൗകര്യം തുറന്നു കിട്ടും. റോഡ് ഗതാഗതത്തിന് സമാന്തരമായി ജലയാത്രാ മാർഗം സംസ്ഥാനത്ത് പലയിടത്തും
ഇപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നടന്ന മറ്റൊരു കാര്യം ചമ്പക്കര പാലത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഇന്ത്യയിൽ തന്നെ എല്ലാവിധ യാത്രാ സൗകര്യങ്ങളും ഒരുക്കുന്ന നഗരമായി കൊച്ചി ഉയരുകയാണ്. കൊച്ചി മെട്രോ നിർമ്മാണത്തോടൊപ്പം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത പ്രാഥമിക പ്രവൃത്തികളുടെ ഭാഗമായുള്ള 4 വരി ചമ്പക്കര പാലം ഇന്ന് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു. കൊച്ചി മെട്രോ മഹാരാജാസ് കോളേജ് മുതൽ പേട്ട വരെ നീട്ടുന്നതിൻ്റെ ഭാഗമായാണ് ചമ്പക്കര കായലിന് കുറുകെ പുതിയ പാലം നിർമ്മിച്ചത്. ചമ്പക്കര പാലത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയിരുന്നു. അന്ന് 2 വരി പാതയാണ് പൂർത്തിയായത്. ഇപ്പോൾ അവസാനഘട്ട നിർമ്മാണവും പൂർത്തിയായതോടെ പാലം പൂർണ്ണ അർത്ഥത്തിൽ ഗതാഗത യോഗ്യമായി. 245 മീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. വേലിയേറ്റ സമയത്ത് തടസ്സങ്ങളില്ലാത്ത രീതിയിൽ ജലയാത്ര സജ്ജമാകും വിധമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോയുടെ ഭാഗമായി DMRC നിർമ്മിക്കുന്ന 4ാമത്തെ പാലമാണിത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി മെട്രോ ഗതാഗത മാർഗം മാത്രമല്ല, ജീവിതരേഖ കൂടിയാണ്. ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി തുടങ്ങിയവയുമായി ബന്ധിപ്പിക്കുന്ന 2ാം ഘട്ടം യാഥാർത്ഥ്യമാവുന്നതോടെ കൊച്ചി മെട്രോയുടെ മുഖച്ഛായ തന്നെ മാറും. പൊതുജനങ്ങൾക്ക് സംയോജിത ഗതാഗതത്തിൻ്റെ പുത്തൻ അനുഭവങ്ങൾ നൽകുന്ന നവീനമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ KMRL സാധിക്കുന്നുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ അത്തരത്തിലൊന്നാണ്. പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന വാട്ടർ മെട്രോ അടുത്ത വർഷം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേമ്പനാട് കായലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങളുടെ പുരോഗതിക്ക് ഇത് മുതൽക്കൂട്ടാകും. യന്ത്രേതര യാത്രക്കുള്ള മാസ്റ്റർ പ്ലാനും കൊച്ചി മെട്രോ തയ്യാറാക്കുന്നുണ്ട്. മെട്രോ ഇടനാഴിയുടെ ഇരുവശവുമുള്ള 2 കിലോമീറ്റർ ദൂരം ഇതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. സുരക്ഷിതവും സുഗമവുമായ യാത്രാനുഭവം ഒരുക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നഗരത്തിൽ മെച്ചപ്പെട്ട കാൽനടപ്പാതകൾ, സൈക്കിൾ സവാരിക്ക് അനുകൂലമായ ഇടങ്ങൾ, ഓട്ടോമാറ്റിക് സൈക്കിൾ പാർക്കിംഗ് ഇവയെല്ലാം ഏർപ്പെടുത്തുകയാണ്. കൊച്ചി നഗരത്തെ ഹരിത ഗതാഗതത്തിന് CNG ഇന്ധനം ഉപയോഗിച്ച് ആരംഭിച്ച അനുബന്ധ ടാക്സി, ഓട്ടോ, ബസ് സർവീസ് എന്നിവയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് കൊച്ചിയിലെ കനാലുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പദ്ധതിയുടെ നടത്തിപ്പ് സർക്കാർ KMRLനെ ഏൽപ്പിച്ചത്. 1400 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ മുന്നൊരുക്കങ്ങൾ അതിവേഗത്തിലാണ്. ഇടപ്പള്ളി കനാൽ, ചിലവന്നൂർ കനാൽ, തേവര പേരണ്ടൂർ കനാൽ, തേവര കനാൽ, മാർക്കറ്റ് കനാൽ, കോന്തുരുത്തി കനാൽ എന്നിവയുടെ പുനരുജ്ജീവനമാണ് പദ്ധതിയിലൂടെ സാധ്യമാവുക. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കോവിഡ് കാലയളവിൽ വീട്ടിലിരുന്ന് വിദ്യാർത്ഥികൾക്ക് മൃഗസംരക്ഷണ
ഉൽപ്പന്ന സംസ്കരണ വിപണന സംരംഭകരാകുവാൻ ജീവനം ജീവധനം എന്ന പദ്ധതി ആരംഭിച്ചു. VHSE നാഷണൽ സർവീസ് സ്കീം കേരള വെറ്റിനറി സർവകലാശാലയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കോവിഡ് കാലത്തെ ഒഴിവു സമയം പൂർണ്ണമായും ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സംസ്ഥാനത്തെ മുഴുവൻ VHSE വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി വളർത്തുമൃഗ പരിപാലന നൈപുണികൾ പരിശീലിപ്പിക്കുവാനും വീട്ടിൽ ചെയ്തു നോക്കുവാൻ പിന്തുണ കൊടുക്കുവാനുമാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. കോവിഡ് മരണങ്ങൾ കൂടി വരുമ്പോൾ ഈ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ആളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് ഇളവ് വേണമെന്ന ആവശ്യം, കുറച്ചുകൂടെ ഇളവ് വേണമെന്ന ആവശ്യം മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ ഇന്നിപ്പോൾ യോഗം ചേർന്ന് സർക്കാരിനെ സമീപിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ ആവശ്യം വന്നാൽ സർക്കാർ അത് പരിഗണിക്കുമോ? അല്ല, കോവിഡ് ബാധിച്ച് മരണപ്പെടുമ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് സംസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. എന്നാൽ അതിൽ മതപരമായ ചടങ്ങുകളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. അത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിശോധിക്കാം എന്താണെന്നുള്ളത്. സീമ, രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ശബരിമലയിലെത്തുന്ന മുഴുവൻ ഭക്തരും ഈ മല കയറാൻ തങ്ങൾ പ്രാപ്തരാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കരുതണോ എന്നുള്ളതാണ്. അതും ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഡോക്ടർ തന്നെ നൽകണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയുമായി ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന് NIA റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഈ ഒരു സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. എന്താണ് അങ്ങേക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഇതിൽ സാധാരണ നിലക്ക് ആദ്യത്തെ ചോദ്യം എന്താ? ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാവരും ആരോഗ്യമുള്ളവരാണ് എന്ന് തന്നെയാണ് ധരിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആരോഗ്യമുള്ളവരാണെന്ന് ധരിക്കുന്നവർ തന്നെ വീട്ടിൽ സ്വസ്ഥമായി കഴിയുന്നവരായിരിക്കും. അതുണ്ടാക്കിയ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി മല കയറുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു സമയമാകുമ്പോൾ അതുണ്ടാക്കാനിടയിലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണത് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ തങ്ങൾക്ക് മല കയറുന്നതിന് പ്രശ്നമില്ല എന്ന തരത്തിൽ പരിശോധിച്ച് വ്യക്തത വരുത്തി കയറുന്നതാണ് നന്നാവുക. മറ്റേ കാര്യം NIA വന്നത് തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനല്ലേ. അവർ പരിശോധിക്കട്ടെ, പരിശോധിച്ചതിൻ്റെ കാര്യങ്ങൾ വരട്ടെ. നമ്മൾ റിപ്പോർട്ടുകളുടെ പിന്നാലെ പോകണ്ടല്ലോ. ഈ നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകൾ ഈ കഴിഞ്ഞ 14 ദിവസമായിട്ട് രണ്ടാഴ്ചയായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം മറ്റ് മലബാറിലൊക്കെ ഹാർബറുകൾ ഉപാധികളോട് തുറന്നു കൊടുത്തെങ്കിലും അവിടെ തുറന്നിട്ടില്ല. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്നൊരു മേഖലയാണ് അത്. അതുപോലെ തന്നെ ഈ വിഴിഞ്ഞത്ത് ഈ മത്സ്യ മേഖലയിലുള്ളവരുടെ സമരം നടക്കുന്നു. അവർക്ക് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കമ്പനിയിൽ നിന്നോ മറ്റോ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും 14 ദിവസത്തോളമായിട്ട് ഒരു കോവിഡ് ഉപാധികളിലൂടെയുള്ള ഒരു സമരമാണ് നടക്കുന്നത്. മറ്റൊന്ന് ഈ ക്രൂ ചേഞ്ചിനെ സംബന്ധിച്ചാണ്. ഈ അന്താരാഷ്ട്ര ക്രൂ ചേഞ്ച് ടെർമിനൽ, ബങ്കറിംഗ് ടെർമിനലായിട്ട് വിഴിഞ്ഞത്തെ പ്രഖ്യാപിക്കും എന്ന് കഴിഞ്ഞ ആഴ്ച ഒരു അറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് നീണ്ടുപോകുന്ന എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്താണ്? അന്താരാഷ്ട്ര ക്രൂ ചേഞ്ചിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാധാരണ നിലയിൽ ഒരു പ്രത്യേക തടസ്സമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എന്താണെന്ന് പരിശോധിക്കണം, എന്നാലേ പറയാൻ പറ്റും. ഈ നീണ്ടകര ഹാർബറിൻ്റെ കാര്യത്തിൽ എന്താണെന്നുള്ളത് ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തോളും. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ടില്ല. വിഴിഞ്ഞത്ത് അവിടെയുള്ള ആൾക്കാർ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യസഭാ സീറ്റ്
ജോസ് കെ മാണിക്ക് തന്നെ നൽകും? അല്ല, ഇത് അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ജോസ് കെ മാണി വളരെ ആരോഗ്യകരമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ നേരത്തെ UDF-ൽ നിന്ന് പുറത്താക്കുന്ന നിലപാടാണല്ലോ UDF എടുത്തിരുന്നത്. അപ്പോൾ UDF-ൽ നിന്ന് പുറത്താക്കിയതിന് ശേഷവും അവർ മാന്യമായി കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് അവരെടുത്തു. അതിലവർ മതനിരപേക്ഷത പൂർണ്ണമായി സംരക്ഷിക്കുന്ന LDF-നോടൊപ്പം സഹകരിക്കാനാണ് തയ്യാറാകുന്നത്. മാത്രമല്ല, കാർഷിക മേഖലയെ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ LDF സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെയും അവർ പ്രത്യേക രീതിയിൽ തന്നെ കാണുന്നു. അതിനോടൊപ്പവും അവരവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും LDF-നോടൊപ്പം സഹകരിക്കാനാണ്, ഉപാധികളില്ലാതെ സഹകരിക്കാനാണ് താല്പര്യമെന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ LDF കുറേ കക്ഷികൾ കൂടിയുള്ള ഒരു സംവിധാനമാണല്ലോ. LDF-ൻ്റെ വിവിധ നേതാക്കൾ ആ നിലപാടിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഔപചാരികമായ നിലപാട് LDF യോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് വരേണ്ടത്. ആ യോഗം ചേർന്ന് ഔപചാരിക നിലപാടെടുക്കും. മറ്റു കാര്യങ്ങൾ, മറ്റ് പല പ്രശ്നങ്ങളുണ്ടാവും. അത്തരം പ്രശ്നങ്ങളൊക്കെ സാധാരണഗതിയിൽ മുന്നണി എന്ന നിലക്ക് ചർച്ച ചെയ്ത് തീരുമാനിച്ചു പോകും. CM, ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം. സാധാരണ നിലയ്ക്ക് ഒരു സർക്കാരിൻ്റെ കാലാവധി തീരാൻ സമയത്ത് ഭരണകക്ഷിയിൽ നിന്ന് പ്രതിപക്ഷത്തിലേക്ക് വിവിധ സംഘടനകൾ പോകുന്നത്, കാലുമാറുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലാവധി തീരുന്ന സമയത്ത് രണ്ട് കക്ഷികൾ, നേരത്തെ ജനതാദൾ, വീരേന്ദ്രകുമാർ വിഭാഗം ജനതാദൾ വന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് UDF-ലൊരു പ്രബല കക്ഷിയാണ് കേരള കോൺഗ്രസ് M LDF-ലേക്ക് വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും സർക്കാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം നടത്തുന്ന സമയത്ത് ഭരണപക്ഷത്തേക്ക് പ്രതിപക്ഷത്തു നിന്ന് കൂടുതൽ സംഘടനകൾ വരികയാണ്. ഇത് എങ്ങനെയാണ് കാണുന്നത്? ഇത് സർക്കാരിനുള്ള ഒരു അംഗീകാരം കൂടിയല്ലേ? യഥാർത്ഥത്തിൽ UDF എന്ന ആ മുന്നണിയുടെ ജീവനാടി അറ്റുപോയിരിക്കുകയാണ്. അതവരിപ്പോൾ തൽക്കാലം മറച്ചു വെച്ചുകൊണ്ട് ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നേരത്തെ ചോദ്യത്തിൽ ഞങ്ങൾക്ക് ക്ഷീണമൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങളിപ്പോഴും വളരെ കേവന്മാരായിട്ട് തന്നെ നിൽക്കുകയാണ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള തകർച്ച UDF-ന് വന്നു കഴിഞ്ഞു. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, വലിയ തകർച്ച UDF-നെ കാത്തിരിക്കുകയാണ്. അത് സാധാരണഗതിയിൽ UDF-ൻ്റെ നയത്തോട് ആഭിമുഖ്യമില്ലാത്ത UDF അണികൾ UDF-നെ തിരസ്കരിക്കും എന്ന ധാരണയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. എന്നാൽ ഒരു കക്ഷി തന്നെ പൂർണ്ണമായും അവരെ തള്ളി LDF-നോടൊപ്പം സഹകരിക്കുന്ന നിലപാട് വന്നിരിക്കുന്നു. അത് UDF-നെ ഏൽപ്പിക്കുന്ന ക്ഷതം ചെറുതല്ല. അത് നമ്മൾ പ്രത്യേകമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇത് സാധാരണ നിലക്ക് LDF-ന് കൂടുതൽ കരുത്ത് പകരുന്ന ഒരു നിലപാട് തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇവിടെ LDF-ന് സ്വാഭാവികമായി കരുത്ത് പകരുമല്ലോ. LDF എന്താണ് ഇവിടെ ജനങ്ങൾക്കെതിരായി ചെയ്തിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങളെ വക്രീകരിക്കാനുള്ള ശ്രമമാണല്ലോ നല്ലതുപോലെ നടത്തിയിട്ടുള്ളത്. അതൊന്നും ജനങ്ങളിൽ ലേശുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായൊരു പ്രക്രിയ സംഭവിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ കണ്ടാൽ മതി. CM കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇടതുപക്ഷം ശരിയെന്ന് അറിഞ്ഞതുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസ് മാണി വിഭാഗം ഇങ്ങോട്ട് വരാൻ, ഇടതുപക്ഷത്തിലേക്ക് വരാൻ കാണിച്ച സന്നദ്ധത കാണിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണിയുടെ പിതാവിനോട് അല്ലെങ്കിൽ KM മാണിയോട് അന്ന് സഭയ്ക്കകത്തും പുറത്തും ചെയ്തത് തെറ്റായി പോയെന്ന് വിലയിരുത്തുന്നുണ്ടോ? അത് ഏറ്റവും കൂടുതൽ KM മാണിയോട് അനീതി കാണിച്ചത് UDF ആണ് എന്ന് KM മാണി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനു പറയുന്നു? ഈ സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അഭിമാനകരമായ ജയം ഉണ്ടായത് പാലയിലാണ്. ഒരു അട്ടിമറി വിജയം ഇടതു മുന്നണിക്കുണ്ടായി. ആ പാലാ സീറ്റ് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് വിട്ടു നൽകില്ല എന്നാണ് മാണി സി കാപ്പൻ പറഞ്ഞത്. അങ്ങനെ വിട്ടു നൽകുന്നു എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി മത്സരിക്കുമെന്ന സൂചനയും പുറത്തുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം UDF-ന്റെ കൺവീനർ പറഞ്ഞത് മാണി സി കാപ്പൻ ഞങ്ങളുമായി ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവായി സംസാരിച്ചു എന്നൊക്കെയാണ്. മാണി സി കാപ്പൻ അങ്ങനെ പാലാ സീറ്റ് വിട്ടു നൽകിയാൽ അപ്പുറത്ത് പോയി മത്സരിക്കുമെന്ന് CM കരുതുന്നുണ്ടോ?
ഇതൊക്കെ ചില സ്വപ്നങ്ങളല്ലേ, ആ സ്വപ്നങ്ങൾക്ക് എന്ത് മറുപടി പറയാനാണ്? ഇത് നമ്മൾ കാണേണ്ടത്, മാണി സി കാപ്പൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാനൊരു മുന്നണി മാറ്റത്തിനുമില്ല, ഞങ്ങൾ LDFനോടൊപ്പം തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നണി മാറ്റം എന്ന് പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, UDF കൺവീനർ, നമ്മളെ പുതുതായിട്ട് കൺവീനറായ അദ്ദേഹം ശ്രീ ഹസൻ ഒരു പ്രസ്താവന നടത്തിയല്ലോ. ആ പ്രസ്താവന തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വന്നല്ലോ. അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇവിടെ സീറ്റ് വിഭജന കാര്യമൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ലല്ലോ. അത് സീറ്റിൻ്റെ ഘട്ടത്തിലല്ലേ, അത് നിയമസഭ വരുന്ന ഘട്ടത്തിൽ. ഞങ്ങളൊരു ശീലം, നിയമസഭ വരുന്ന ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുക. ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. CM ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എന്നുള്ള രീതിയിൽ ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ, നേരത്തെ ബാർക്കോഴ വിഷയത്തിൽ ഇടതുമുന്നണിയും CPM-ഉം സ്വീകരിച്ചെന്ന നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടാണോ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നത്? ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തെയാണ് നാം കാണേണ്ടത്. ആ രാഷ്ട്രീയ മാറ്റം ആർക്ക് ഗുണം ആർക്ക് ദോഷം, അതാണ് നാം കാണേണ്ടത്. ഈ KM മാണി നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ്സിന് UDFനോടുള്ള സമീപനം എന്താണെന്ന് അദ്ദേഹം തന്നെ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ പറയേണ്ട കാര്യമില്ല, അതിലേക്കല്ല ഞാനിപ്പോൾ പോകുന്നത്. ഇവിടെ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ മാറ്റം കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശക്ക് തന്നെ ആരോഗ്യകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അത് നാം കാണാതിരിക്കേണ്ട. അല്ല, അത് പ്രധാനമായും പറയുന്നത് അന്നത്തെ ബാർക്കോഴ ആക്ഷേപം അതൊക്കെ പിൻവലിക്കാൻ തയ്യാറാണോ? മാണിയോട് മാപ്പ് പറയാൻ ഇടതുപക്ഷം തയ്യാറാകുമോ? നോട്ടന്ത്രം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചത് ഇടതുപക്ഷമാണ്, മാണിയെ അപമാനിച്ചത് ഇടതുപക്ഷമാണ്. ആ ആക്ഷേപങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മാണിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, KM മാണി ഏറ്റവും ശക്തമായിട്ട് പ്രതികരിച്ചത് കോൺഗ്രസ്സിനെതിരെയാണ്, കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെതിരെയാണ്. കോൺഗ്രസ്സാണ് അവരെ വലിയ തോതിൽ ദ്രോഹിച്ചിട്ടുള്ളത് എന്ന് അവരുടെ അണികളടക്കം കാണുന്ന കാര്യമാണ്. അതാണല്ലോ നാം കാണേണ്ടത്. അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നല്ലേ കാണേണ്ടത്. ഇത്തരമൊരു നമ്മൾ വളരെ നാളായില്ല ഈ മാണി ഗ്രൂപ്പിനെതിരെയുള്ള ശക്തമായ സമരവും നടത്തിയിട്ട്. അപ്പോൾ അതേ ഒരു പാർട്ടിയെ ഇങ്ങനെ പരവതാനി വിരിച്ച് കൊണ്ടുവരുമ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ അഴിമതി വിരുദ്ധ പ്രഖ്യാപന നിലപാടിലുള്ള ഒരു അപജയമായിട്ട് കണ്ടുകൂടെ? നിങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ആ വിഷമം തൽക്കാലം സഹിക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം അവർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കലാണ് ശരി എന്നവർക്ക് മനസ്സിലായിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചൊരു വിഷമമുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്, ഞാനതിൽ ആശ്ചര്യപ്പെടുന്നില്ല. പക്ഷേ ശരിയായൊരു നിലപാട് ശരിയായ സമയത്ത് അവരെടുത്തു എന്നാണ് നാം കാണേണ്ടത്. അതല്ലേ വസ്തുത. ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു ചോദ്യം കൊണ്ടുണ്ട്. അതായത് നമ്മുടെ ഈ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ഒരു അഴിമതി കേസ് ഉണ്ടായിരുന്നു. ഈ INTC സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രശേഖരനൊക്കെ പ്രതിയായിട്ടുള്ള ആ കേസിൻ്റെ പ്രോസിക്യൂഷൻ അനുമതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വേണ്ടെന്ന് പറഞ്ഞതൊരു വാർത്തയുണ്ട്. അത്തരത്തിലൊരു എന്തെങ്കിലും നീക്കം തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണെന്ന് കാരണമെന്ന് വ്യക്തമാക്കാം. വരട്ടെ, അതിൻ്റെ തീരുമാനം വരട്ടെ, അന്നേരം പറയാം കാരണം എന്താണെന്ന്. എന്താണ് കാര്യം എന്നുള്ളത് ആ സമയത്ത് പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. CM ഇന്ന് കാനം രാജേന്ദ്രൻ പ്രതികരിച്ചത് പല പാർട്ടികളും മുന്നണിയിലെത്തി 1 വർഷം കഴിഞ്ഞ് തിരികെ പോകുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നാണ്. ഒപ്പം തന്നെ KM മാണിക്കെതിരെ സമരം നടത്തിയത് CPI ശരിയായ ദിശയിൽ തന്നെ ആയിരുന്നു എന്നുള്ളൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ. കാരണം ഇന്നത്തെ ഘട്ടത്തിൽ ജോസ് കെ മാണി എടുത്ത തീരുമാനം വളരെ ശരിയാണ്, ഞങ്ങളെ കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് അതിനെ തള്ളിപ്പറയേണ്ട കാര്യം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞല്ലോ. അതല്ലേ യഥാർത്ഥ വസ്തുത, അതല്ലേ നമ്മൾ കാണേണ്ടത്. അതിനെ കാണാതിരിക്കുന്നു. അവരിങ്ങോട്ട് വന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ എങ്ങനെ സ്വീകരിച്ചു എന്നതൊരു ചോദ്യമില്ലേ? മുമ്പ് തള്ളിപ്പറഞ്ഞ ആൾക്കാരെ എങ്ങനെ ഈ സാഹചര്യത്തിൽ ഇങ്ങോട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യം വിലയിരുത്തണ്ടേ? കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്നതിന് എന്തെങ്കിലും നയപരമായിട്ട് തടസ്സമുള്ളൊരു പാർട്ടിയല്ല. കേരള കോൺഗ്രസിൻ്റെ പല വിഭാഗങ്ങൾ ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. നേരത്തെ ഇതേ കൂട്ടരും ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ നയപരമായിട്ട് എന്തെങ്കിലും വിഷമമോ തടസ്സമോ
ഉള്ള ഒരു വിഭാഗമല്ല കേരള കോൺഗ്രസ്, ആ ജനങ്ങളുമല്ല. അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ സഹകരിപ്പിക്കുന്നതിൽ, അവരങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടെടുത്താൽ അവരെ സഹകരിപ്പിക്കുന്നതിൽ ഒരു തരത്തിലുള്ള അസാംഗത്യവുമില്ല. അതാണ് വസ്തുത. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കതിൽ വിഷമമുണ്ട് എന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ? അവരിപ്പോൾ ഇങ്ങനെയൊരു നിലപാടെടുത്തല്ലോ, ഞങ്ങളോട് കൂടെ ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് അവർ പറയുന്നു. ആ വിഷമവും കൊണ്ട് ഇരിക്കലല്ലാതെ വേറെ മാർഗ്ഗം ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാം, നമുക്കിവിടെ അവസാനിപ്പിക്കാം.